മാസം കണ്ടു മക്കളെ സീനായി. നേരം വെളുക്കാനായി ബാഡ് നേരം വെളുത്താലും. A few moments later. നീച്ചടി നോക്കപ്പ എന്നാ പള്ളിക്ക് പോണ്ടേ? ജലാലെ 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 പെരുന്നാളന്ന് പള്ളിക്കൊക്കെ കൊണ്ടേ എല്ലാം ആ പിടുത്തം വിടും. പാളി വെക്കണു നീച്ചടാ നീച്ചടാ വരുത്തുന്ന വേഗം ഉപ്പായടാ നോക്കേ. മുടിയിട്ട പോയിട്ട് വന്നോ? നേരം വെളുക്കോളം വെട്ടുക. എന്ത് വെട്ടില്ലാത്ത പുറത്ത് ക്ലൈമറ്റ് ഒക്കെ വച്ചു. എന്റെ മോന് ഇജാതി ക്ലൈമറ്റ്. കുളിച്ചു വരുന്നുള്ളൂ മുപ്പര്. ഇത് കട്ടായി നിൽക്കിട്ട് പോണ്ടേ? എടാ മാറ്റ 6 മണിക്ക് അതെന്താ കോമഡി ഹിന്ദി അറിയില്ല, അതിന് മലയാളം അറിയില്ല. ചേട്ടാ അല്ലല്ലേ ഷർട്ട് എടുക്കാനാ ഞാനും നോക്കി. തെറ്റി അതിന്റെ വൈത്താല പോരുക. ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ? നല്ല എത്ര കിടല സാധനം എടുത്തോണ്ടറിയോ? ഒന്നും പറ്റൂല. എന്താ കൊടുത്തെന്നറിയോ? പുറത്തത്തെ വ്യൂ നോക്ക് മോനെ. ഇനി 10 മിനിറ്റ് ഉള്ളൂ മുടി വെട്ടൽ കഴിഞ്ഞ് മക്കളെത്തി. വേവാ വേവാ നാളെ കഴിച്ചോളെ. നിസ്കാരം തുടങ്ങാൻ 10 മിനിറ്റ് ഉള്ളൂ. വേവാ അസുരത്തിനെ ഞങ്ങള് പോവാട്ടോ. ഇനി കുളിച്ചൊന്നും വേണ്ട, വേഗം കുപ്പായിട്ടോ. വേഗം കുപ്പായിട്ടോളി. ഒക്കെ തെറ്റാ, നിങ്ങളൊന്ന് ഇട്ടാ മതി. നല്ല മക്കളാണോ? എടാ എല്ലാരും പോയടാ, പോണു എല്ലാരും പള്ളിയിലേക്ക്. നിങ്ങളിപ്പോഴും സെഡിമ നിന്നോളിട്ടാ. അപ്പൊ ബാക്കി ഞങ്ങൾ ഇറങ്ങിയിട്ട് കാണാം. പെരുന്നാൾ നിസ്കാരം നടക്കുന്ന ഇടയിലൊക്കെ വിമാനത്തിൽ പോവാ. പറയണ്ട, പഠിച്ചോനെപ്പേടില്ല. അതാണ് അത്രേ ഉള്ളു. ഞാനതേ പറയുള്ളൂ. അള്ളാഹിലേക്ക് ഞാൻ ക്ലാസ്സിൽ നിൽക്കണേ. ഇതൊക്കെ കിട്ടുകയാണ് പള്ളിയൊക്കെ ഒരു ബൈക്കൊക്കെ പോകാൻ പറ്റൂടാ. ഇത് പറ്റും. അന്നെ നിൽക്കാറൊന്നും ശരിയാവില്ല. അതേമാതിരി പോണോ പോകുമ്പോ? ഇത് മുബാറക് പെട്ടിട്ട് കൊണ്ടത് അവിടെ എന്തെങ്കിലും കിട്ടിട്ട് വാരി തന്നെ വരുന്നു മനെ കൂട്ടത്തിലെ കൊമ്പൻ. മുസല്ലെടുത്താ അവിടെ സ്ഥലം. വരുന്നു സിബ് സിബ് സിബ്. സ്ഥലമുണ്ട് മക്കളെ, നമ്മള് പോവാണ്. ഏജാതി ക്ലൈമറ്റില്ലേ ഈ നേരൊക്കെ കണ്ടുകണ. അസറത്തില് കണ്ണാടി നോക്കണമായിരുന്നു. നോക്കണേ സെറ്റല്ലേ? സതീശന്റെ കടയിലാണ് മേടിച്ചേ. അല്ല ആകെ വെള്ളമായി. ഉറക്കമില്ല പെരുന്നാള്.
ഞാനല്ലേ കുറയില്ല 2.5 ആ ഫ്രെയിം കേട്ടോ ആ ഫ്രണ്ട് One eternity later. അപ്പം ചങ്ങന്മാരെ നമ്മളെ പെരുന്നാൾ ആകെ ഉറങ്ങിയാണ് തീർത്തു. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് നേരെ എല്ലാവരും ഒന്ന് ഫുഡടിച്ചു. ഫുഡടി കഴിഞ്ഞ് നേരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. പട്ടാണി പള്ളിക്ക് നമ്മളെ പാകിസ്ഥാൻ പള്ളി, നമ്മളെ നാഷണൽ പള്ളി, അവിടെ നമ്മൾ നല്ല പെരുന്നാൾ കൂടി. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫുഡ് അടിക്കാൻ പോയി. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തലേന്നത്തെ ക്ഷീണം എല്ലാവർക്കും തലയിൽ കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, റൂമൊക്കെ പോയി ഒറ്റ കടത്തം. ആ ക്ഷീണം അല പോത്തുണ്ട്, അത് കാണിച്ചോട്ടാ. ഒക്കെ കഴിഞ്ഞ് ഒന്ന് കണ്ണുമ്പിയതേ ഓർമ്മയുള്ളൂ. കണ്ണുമ്പി തുറന്ന് നീച്ചെങ്കിൽ ഇവിടെ എത്തി. അങ്ങോട്ടാ ഒരു ചായക്കടി. ഇവിടെ എങ്ങനെ എത്തിയത്? ഇവിടെ എങ്ങനെ എത്തിയാൽ പറഞ്ഞു കൊടുക്കണം. നമ്മള് ഇന്ന് യോമുൽ ഖുറൈശി എമ്പുരാൻ കാണാൻ വേണ്ടി ഒരുത്തരോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഓനോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മളെ നാട്ടില്. ഓൻ ബുക്ക് ചെയ്തോ വേറെ ഏതോ ഒരു മാളിൽ 25 കിലോമീറ്റർ അകലെയുള്ള അബുദാബി ഖാലിദ് മാളില് ഡെൽമ മാളിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടോ ഖാലിദ് മാളിൽ കൊണ്ടേ ബുക്ക് ചെയ്തു. അങ്ങനെയാണ്. ആ അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതൽ പറയാൻ പോകും. നമ്മൾ പലരും ചായ കുടിച്ചാൽ നല്ല ഏരിയ, നല്ല ചായ. നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി ചായ വരുന്നുണ്ട്. ഒക്കെ നമ്മളെ ചായ കൂടി കഴിഞ്ഞ് നമ്മളെ മാളിലോട്ട് പോവാണ്. FC ബാഴ്സലോണ. ഇവിടെ ആകെ വില കിട്ടണ തിമ്മലാണ്. ഷാബേ, ഇവിടെ ആകെ ഒരു വില കിട്ടണ തിമ്മല. ആകെ ഒരു വില കിട്ടണതേ സീബ്ര ക്ലോസുമ്മലാണ്. ഷുഹൈബ് എങ്ങനെയുണ്ടായി ഇന്നത്തെ പെരുന്നാള്? പക്ഷേ ഈ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാല് എനിക്ക് 30 നോമ്പ് കിട്ടില്ല. ഞാൻ നോറ്റത്ര നോറ്റണോ? 30 നോമ്പ് കിട്ടാതെ നമുക്ക് പെരുന്നാളിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു പൂർണ്ണ ശക്തി കിട്ടും. ഇപ്പോൾ ബാർബർ ഷോപ്പൊക്കെ നോക്കിയൊരു മനസ്സല്ല. അങ്ങോട്ട് നോക്കുമ്പോ ഒരുത്ത അങ്ങോട്ട് ബാർബർ ഷോപ്പ്. പെരുന്നാൾ നമസ്കാരത്തിന് പൊട്ട് 2 എണ്ണം കയറിയിട്ടുണ്ട്. റേഞ്ച് അവിടെ പോയി ഉറങ്ങിക്കൂണേ. പിന്നെ ഓല് വെട്ടു വലുത്. ഷേഖ് സായിദ് പോവാൻ തീരുമാനിച്ചേനോ? നമ്മള് ലാസ്റ്റ് പട്ടാണി പള്ളിക്ക് ലൂപ്പിൽ വെട്ടു. ഇതാകണോ അതിനുള്ള വെട്ടുണ്ട്. അസറുദ്ദീന് വെട്ടാകട്ടെ. കണ്ണ് ഏതായാലും പെരുന്നാൾ അടിപൊളിയായില്ലേ? എമ്പുരാൻ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ബിലാലെ? എന്താണ് റാസിന്റെ എക്സ്പെക്ടേഷൻസ്? നമ്മളെ വിഷ്വലിൽ കാണുക, എന്നിട്ട് അഭിപ്രായം പറയാം. അല്ലാതെ അതെ. ഇപ്പോഴത്തെ ഡീഗ്രേഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എമ്പുരാന്റെ ഡീഗ്രേഡിങ്ങിനെ കുറിച്ച്? നമ്മുടെ പടം. അതെ അതെ. റാസി പറയേണ്ടത് ഒരു മലയാളിയുടെ പടം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ബാക്കിൽ നോക്കുന്നുണ്ട്. കട്ട് 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 കട്ട്.
നിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? നീ എന്താണ് നീ രാത്രി 12 മണിക്ക് സിനിമയ്ക്ക് വന്ന് നീ ഇതൊക്കെ പൃഥ്വിരാജിന്റെ ഇലുമിനാട്ടി കളിയാണ്. പൃഥ്വിരാജിന് അറിയാതെ എന്തൊക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ പൃഥ്വിരാജ് എന്തെങ്കിലും പ്രൊമോഷന് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യണം. വേറൊരു പാർട്ടിക്കാരെ വെച്ച് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ദ ബിഗ്ഗസ്റ്റ് പബ്ലിസിറ്റി. പൃഥ്വിരാജിന്റെ നയാണ്. നമുക്ക് കണ്ടറിയാം എന്ത് നടക്കുമെന്ന്. സെറ്റ് എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോകട്ടോ. അള്ളാഹുവിനറിയാം പടം കണ്ടിട്ട് നമ്മളിമ്മരത്തെ മാളിൽ പോയി കാണണ്ടുള്ളൂ. ഇതിപ്പോ എവിടെ എത്തി? ഒരുത്തനോട് ടിക്കറ്റ് ബുക്ക് വിധിയാണ്. ഇനി വന്ന് കാണണം. അതങ്ങനെ വരൂ. നമ്മളത് അങ്ങനെ വരൂ. ചക്ക അറിയുമ്പോ മാങ്ങ. ഏതായാലും കണ്ടറിയാം മക്കളെ. ബാക്കിയുള്ളു ഉള്ളു ചിലപ്പോൾ എടുക്കാൻ പറ്റൂല. വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റൂല. സാറേ സൂപ്പർമാനെ കണ്ടേ? സൂപ്പർമാൻ പെരുന്നാളായിട്ട് ലീവാ. പൈസ ഇല്ല കേട്ടാ. സാമ്പത്തിക ബാധ്യത. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ബലു കച്ചവടം ദുബായിൽ വന്ന്. ന്യൂയോർക്കൊക്കെ രക്ഷപ്പെടുത്തില്ല. വേറെ ടീമുകളൊന്നും രക്ഷപ്പെടുത്തൽ തുടങ്ങി. ഇനിയിപ്പോ ഇതിനാ സൂപ്പർമാൻ്റെ ആവശ്യമില്ല. ജീവിക്കട്ടെ, എല്ലാവരും എങ്ങനെയൊക്കെ ജീവിക്കട്ടെ. നമ്മൾ പിള്ളേരോടുണ്ട്. തീവാറോ മാറിക്കണം തല. ഇത് മറ്റേ ഗുഡ് ബാഡ് അഗ്ലി. ഗുഡ് ബാഡ് അഗ്ലി റിലീസായിട്ടില്ല. അത് ഓൺ ദി വേണം. അവിടെ ഡെക്കറേഷൻ നോക്കാം. അതിനുള്ളിൽ പോവാം. കുട്ടികളെ പാർക്ക് പോവാണ് ഗൈസ്. കുട്ടികളോ ഇറങ്ങിപ്പോ അതാ സമയം കൊടുക്കണ്ട. അവർക്ക് കൊടുക്കണ്ട. സ്ഥലം പൊടിച്ചോളാം. അസറേ പണ്ടിതേമാര് കയറിയത് ഓർമ്മണ്ടോ? നമുക്ക് എപ്പോഴും ഡ്രൈവർ സ്ഥലം വേണം. വരുത്തിയിരിക്കണക്ക ഇൻട്രോവേർട്ടാണ് എന്തോ. ഓലോടെ വെച്ചോ വാരസിന് കൈ നോക്കി. നീ ഏടാ എങ്ങനല്ലേ നമ്മളെ തോൽക്കുള്ളൂ. ഓയിൽ സെറ്റ് ചെയ്ത് വെച്ചാ അതുകൊണ്ട് മാത്രം. ഒരു മദ്രസ് മൊത്തം അവിടെ കയറാവുന്നുണ്ടോ? മദ്രസ് കിട്ടോ എല്ലാവരും കയറാൻ പോ.
മറ്റേ ഗെയിമല്ലേ ഡീലോറിനോടിയില് മുകേഷേട്ടൻ നമ്മളെ പറ്റിക്കായിരുന്ന ഇങ്ങനൊന്നല്ല നമ്മ ഡീറോടിയിൽ അതുകൊണ്ട് ഇവിടുന്നാണ് റെഫർ ചെയ്തിക്കണേ റെഫറൻസ് എടുത്തിക്കണേ പക്ഷെ ഡീലർ നീഡിലുണ്ടാക്കാൻ അതാ അത് പോണാരാ ഒരിക്കലും പുലിയാർന്ന് വേണ്ടത് ആരെന്നെ കിട്ടിയുള്ള ഡീലർ നീഡ് നോഡിയിലുണ്ടാക്കിയ ഒരു ഓണുണ്ടല്ലോ ചെറിയ എമൗണ്ട് കിട്ടുന്നത് അതിന് വേറെ തന്നെ ചെക്കൻ കൈയോടിഞ്ഞിട്ടാ കളിച്ചിട്ടുണ്ടാ തുറക്കട പെട്ടി 40 ടിക്കറ്റ് കിട്ടി പോരാ 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 നമ്മൾ അർബാബ് എത്തിക്കണോ എടാ അർബാബ് എവിടെ സിയാദ് എവിടെ സിയാദ് കാണാനോ ഇത് ഏത് സിയാദ് ഇത് ഏതാ കല്യാണം അങ്ങ് അവിടെ പോയി കൊടുത്താലോ മേമരി തുടങ്ങാനായി പടം തുടങ്ങാനായി ഗായ്സ് നമ്മളെ പിള്ളേർ വരുന്നുണ്ട് എടുക്കാൻ പോണേ ബിലാലെ മാർവൽ ഈസ് ബാക്ക് ഇതിപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടല്ലേ പോണേ എന്നാലും ആൾക്കാർ തിരക്കണോ ഇതൊക്കെ ആൾക്കാർ തിരക്കണോ ടിക്കറ്റ് ബിരിയാണി കല്യാണത്തിന് ബിരിയാണി കൊടുക്കലാടാ ചെന്നിട്ട് വിചാരിച്ചു അത് സുഖാടാ എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമുക്ക് തിരക്കൊരു സുഖമാണ് One eternity later. റോഷ എങ്ങനെയുണ്ട് പടത്തിനെ കുറിച്ച് ഇവിടെ ഒരു രക്ഷയില്ല എന്തിനാണ് ഈ പടത്തിന് ഡിഗ്രി ഇടുന്നത് മനസ്സിലാവണില്ല എങ്ങനെയുണ്ട് റാജി പറഞ്ഞെടുത്താ പടം പറഞ്ഞെടുത്താ പടം പറഞ്ഞെടുക്ക് റിവ്യൂ പറയണ റാജി നീ നേരത്തെ പറഞ്ഞത് കണ്ടിട്ട് പറയാന്നോ കണ്ടിട്ട് പറയാന്ന് ആകെ ത്രില്ലിലാണ് ചോദിക്കണടാ ഇങ്ങനെ ചോദിക്കുന്നു ഇതിനകത്ത് കട്ട് ചെയ്യാൻ എന്തിനാണ് ഉള്ളത് സത്യമായിട്ടാ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സത്യങ്ങൾ കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സത്യത്തിൽ കുറച്ച് നടന്ന ക്ലൈമാക്സ് ഒക്കെ നടന്ന ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകും മക്കളെ ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് എന്താ എൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് പടം ഒന്നും പറയാനില്ല ലാസ്റ്റ് പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് സൽമാൻ ഖാന്റെ സ്റ്റണ്ട് കറക്റ്റ് ഇല്ലേ തോന്നിയില്ലേ അത് അടുത്ത പടത്തിൽ ക്ലൈമാക്സിൽ വന്ന ചൈനക്കാരനാരാ ആരാന്ന് എനിക്കും അറിയില്ല ഇതന്നെ പ്രശ്നം ആർക്കും ആരും അറിയില്ല എന്നിട്ട് വെറുതെ ഡിഗ്രേഡ് ചെയ്യാം ഒന്നും പറയില്ല ബജ്രംഗി ഇത് എപ്പോഴും ഒന്നും പറയാ ബജ്രംഗി ഓൻ ബജ്രംഗിന്റെ അമ്മ എങ്ങനെ പോണാ നമ്മ എങ്ങനെയും പോകും എന്റെ അഭിപ്രായം പറയാം എന്റെ അഭിപ്രായം കുഴപ്പമൊന്നുമില്ല കാണാൻ പറ്റുന്നതാണ് കട്ടേണ്ട ആവശ്യമില്ല ഇനി കട്ട് ചെയ്താണോ നമുക്ക് കണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു യൂണിവേഴ്സ് ബിൽഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇതൊരു ടിപ്പിക്കൽ മലയാളി റിവ്യൂറാണ് എന്ത് കണ്ടാലും അവതാർ കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞാണ് അല്ല ടൈറ്റാനിക് കണ്ടിട്ട് ആവറേജ് എന്തിന് ബുർജ് ഖലീഫയ്ക്ക് ഹൈറ്റ് ഇല്ല അത് ലോജിക് ഉണ്ടെന്ന് പറയാം അത് ലോജിക് ഉണ്ട് അത് ഇതുമായിട്ട് സൽമാൻ ഖാന്റെ ബൈജാനാണ് രസം കഥ ലോജിക് ഉണ്ട് കഥ ലോജിക് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ അവസാനം സ്റ്റണ്ട് ഇത്തിരി പറഞ്ഞിട്ടാണ് അതിശയം കടലിലേക്ക് ഇറങ്ങി പോയിട്ട് സ്റ്റണ്ട് മാറ്റണം അതിശയനല്ലേ ഹൾക്ക് സ്റ്റണ്ട് മാറ്റണം കടലിൽ പോയി ഇറങ്ങി ആ ഫിലിമിൽ നിന്ന് ആ സ്റ്റണ്ട് എടുത്ത് മാറ്റണം അത്രേ ഉള്ളൂ
സിയാദിന്റെ അഭിപ്രായം എന്താ പടത്തിനെ കുറിച്ച്? ഗെയിം ഓവറില്ലേ? വെരി ഗുഡ്, ഈസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് പോയി വെക്കാം. അപ്പൊ ശരി, ഞങ്ങൾ പോവാ. അപ്പൊ ബുധനാഴ്ച കാണാം. അല്ല എന്താ വേണ്ടത്? വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു. ഇത് വേണോ? ബുക്ക് കണ്ടെടുത്ത വെച്ചാൽ ആ കൺഫ്യൂഷനായി. एक स्नैक बॉक्स है स्पाइसी 4 बीफ बर्गर മക്കളെ നമ്മളെ ഫുഡ് അടിക്കലാണ്. ബാക്കി ഫുഡ് അടിച്ചിട്ട് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു ബർഗർ? എങ്ങനെ ഉണ്ടായിരുന്നു? ബർഗർ കുഴപ്പമില്ല, പക്ഷെ പ്രതീക്ഷ അത്ര പോരട്ടാ. ആസിയോ പോരട്ടാ. ഈ എടുത്ത ഏതാ സാധനം? ഏതാ സ്പെഷ്യലി ഗുഡ് ബർഗർ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതിലെ പറഞ്ഞത് ഇത് ഞാൻ ഇട്ടോ പറ. നിങ്ങളെടുത്തത് ബർഗർ? ഞങ്ങള് ബീഫ് ബർഗറാണ്. ഞങ്ങളെ ബീഫ് നന്നായിരുന്നു. ഞാനും ബീഫ് അടിപൊളി, നല്ല സ്മൂത്ത് ആയിരുന്നു. ഒതളങ്ങ നല്ല നല്ല ഫുഡേനു. ബീഫ് ബർഗർ ഞാനും കഴിച്ചു. പുലർച്ചെ 5 മണിക്ക് ഇവിടെ ബസ് കത്തിക്കണ മറ്റൊരു റേഞ്ച് വേറെ. ഏതാ വൈബ്? സമയം ഇപ്പൊ എത്ര കറക്റ്റ്? സമയം ഇപ്പൊ 4:30. 4:40. ബിഗ് ബോസ്. നമ്മളിപ്പോ ഇവിടെ നിക്കണ വെറുതെ വേറൊന്നുമില്ല. ബസ്സിന് ബസ് സ്റ്റേഷൻ ഓപ്പൺ ആവണമെങ്കിൽ എമ്പുരാന്റെ ഒരു എഫക്റ്റ് ആണിത്. എമ്പുരാൻ കാണാൻ പെരുന്നാള് മൊത്തം എമ്പുരാൻ കാണാൻ വന്നു. കാലിയാമോളിക്ക് അവിടെ പോസ്റ്റായി. ഇപ്പൊ നേരം വെളുത്തിട്ടേ ബസ്സുള്ളൂ. ചെയ്തപ്പോ തുടങ്ങിയതാണ്. അരിയാക്ക് നമുക്ക് തന്നെ ബുക്ക് ചെയ്താൽ വണ്ടിയും വലിയ ജലാല നായിനെ മുക്കിയിട്ട് കിടക്കാണ്. ആ മുക്കിക്കാട് ചെത്തുക. എൻ്റെ ഡ്രസ്സിന് മാറ്റിട്ട് 4 കുത്ത കുത്തുക. 2 ടീം ബസ് കാർഡ് എടുക്കാനും ബസ് എപ്പോഴാ പോകാൻ ടൈം നോക്കാനും പോയിക്കണേ. 1 പേരോളം കാത്തിക്കണം. ഞാൻ അത് കഴിഞ്ഞിട്ടാറുള്ളൂ നമ്മൾ നാളത്തെ. ഇനി നമ്മൾ നാട്ടിലേക്ക് എത്തുകയോ ചെയ്യുന്നത് പഠിച്ചവനറിയാം. നോമ്പ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയെ ഗുഡ് ബർഗറാടാ. ദുബായ് ഇട്ടത് ഗായ്സ്, അപ്പം നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ തറവാട് മുറ്റത്ത് നമ്മൾ എത്തി ഗായ്സ്. അവിടെ നിന്ന് സൂര്യൻ പൊട്ടി മുളച്ച് വരാൻ. അവിടെ സൂര്യൻ കാണാൻ പറ്റും. സമയം ഇപ്പോൾ 5:35. സൂര്യൻ പൊട്ടിമുളച്ച് വരികയാണ്. സൂര്യന് പൊട്ടിമുളച്ചോട്ടല്ലേ. Asnaf, how was the ride? What about this day? കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കേട്ടോ. പറ്റി ഓർമ്മ. ഓക്കെ. അപ്പോൾ മക്കളെ നമ്മളെ ഈ പെരുന്നാൾ വ്ളോഗ് ഒരു വിധത്തിൽ നമ്മൾ 2 ദിവസം തള്ളി നീക്കി. ബാക്കി ഇനി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ തിരിച്ചു വരും. സമയം നേരം വെളുക്കാനായി. അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാൾ. അപ്പോൾ എല്ലാവരും come on, let's start. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഗുഡ് മോർണിംഗ്. എല്ലാവരും പോയി ഉറങ്ങിക്കോളെ.